ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ബാധ ഇതേവരെയുള്ള എല്ലാ ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഉയർന്ന അക്കമാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 4000-ന്റെ മേലെയായിരുന്നു നിന്നത്. എന്നാൽ ഇന്നോടുകൂടി 5000-ൽ കൂടുതലാവുകയാണ്. 5376 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് മരണപ്പെട്ടവരുടെ എണ്ണവും കൂടുതലാണ്. 20 പേർ മരണമടഞ്ഞു. 42,786 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 4,424 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 640 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 99 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 51,200 സാമ്പിളുകൾ പരിശോധന നടത്തി. 50,000-ലേക്ക് എത്താനാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. അതിപ്പോൾ 51,200 പരിശോധന നടത്തിയിട്ടുണ്ട്. 2,591 പേർ രോഗവിമുക്തരായി. ഇപ്പം എല്ലാ തരത്തിലും ആശങ്ക ഉളവാക്കുന്ന ഒരു വർധനവാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ തിരുവനന്തപുരം ജില്ലയുടെ അവസ്ഥ പഴയ നിലയിൽ തന്നെ തുടരുകയാണ്. കോവിഡ് ബാധിതരുടെ എണ്ണത്തിലുള്ള വർധനവ് ഇപ്പോഴും തുടരുന്നു. പോസിറ്റീവ് ആകുന്നവരിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിലുള്ളവരും ധാരാളമുണ്ട്. ഉറവിടം വ്യക്തമല്ലാത്തവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഇന്ന് 852 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ലക്ഷണങ്ങളില്ലാത്ത കോവിഡ് രോഗികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി ഹോം ഐസൊലേഷൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ മതിയായ സൗകര്യങ്ങളുള്ളവർ ചിലർ ഇതിന് തയ്യാറാകുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുകയാണ്. അനാവശ്യമായ ഭീതിയും തെറ്റിദ്ധാരണയുമാണ് ഇതിനിടയാക്കുന്നത്. ക്വാറന്റീൻ്റെ കാര്യത്തിൽ എന്ന പോലെ ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. രോഗം സ്ഥിരീകരിക്കപ്പെടുന്നവരെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ കുടുംബാംഗങ്ങളും നാട്ടുകാരുമൊക്കെ നിർബന്ധിക്കുന്നതായും ശ്രദ്ധയിൽപ്പെടുകയാണ്. സ്വന്തം വീട്ടിൽ തന്നെ കഴിയുന്നത് രോഗാവസ്ഥയിലെ മാനസിക സമ്മർദ്ദം പരമാവധി കുറക്കാൻ ഉപകരിക്കും. രോഗബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. ഇതിൽ രോഗലക്ഷണങ്ങളില്ലാത്തതും വീടുകളിൽ സൗകര്യം ഉള്ളവരുമായ പരമാവധി ആളുകൾ ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞാൽ 2 പ്രയോജനങ്ങളാണുള്ളത്.
ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ മാനസിക സമ്മർദ്ദം കുറക്കാം. കുടുംബാന്തരീക്ഷത്തിൽ ജാഗ്രതയോടെ കഴിയാനും സാധിക്കും. രണ്ടാമത്തത്, ചികിത്സാ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമായി പരമാവധി ഉപയോഗിക്കാം. ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവണം. പത്തനംതിട്ട ജില്ലയിൽ റാന്നി, മേനാന്തോട്ടം, കോഴഞ്ചേരി മുത്തൂറ്റ് നഴ്സിംഗ് ഹോസ്റ്റൽ എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളെ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളായി ഉയർത്തി. പനി, ഗുരുതരമല്ലാത്ത മറ്റ് രോഗമുള്ളവർ, ഗർഭിണികൾ എന്നിവരെയാണ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ിക്കുന്നത്. ഇന്നു മുതൽ പുതുതായി 5 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ കൂടി രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോസിറ്റീവ് ആകുന്ന ആളുകളെ അതത് ഹെൽത്ത് ബ്ലോക്ക് പരിധിയിലുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ പ്രവേശിപ്പിക്കും. എല്ലാ ഹെൽത്ത് ബ്ലോക്കുകളിലും ഹോം കെയർ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ മീനടം, പുതുപ്പള്ളി, നാട്ടകം തുടങ്ങിയ മേഖലകളിൽ സമ്പർക്ക വ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം 5-ാം തീയതിക്ക് ശേഷം മീനടത്ത് 57 പേർക്കും നാട്ടകത്ത് 34 പേർക്കും പുതുപ്പള്ളിയിൽ 22 പേർക്കും സ്ഥിരീകരിച്ചു. വാഴപ്പള്ളി, കോട്ടയം മുനിസിപ്പാലിറ്റി, കുമരകം, ഏറ്റുമാനൂർ മേഖലകളിൽ രോഗവ്യാപനം ശക്തമായി തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 12,600 കടന്നു. 56 പേരാണ് ഇതുവരെ മരണമടഞ്ഞത്. ആരോഗ്യ പ്രവർത്തകർ, അതിഥി തൊഴിലാളികൾ, INH ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കൂടുതലായി പോസിറ്റീവാകുന്ന സ്ഥിതിയുണ്ടായി. രോഗികളുടെ എണ്ണത്തിൽ 20% വരെ വർധനവുണ്ടാകാം എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്വാറന്റീൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വയോജന മന്ദിരങ്ങൾ, ഹോമുകൾ എന്നിവിടങ്ങളിലേക്ക് ജില്ലാ ഭരണകേന്ദ്രത്തിൽ നിന്ന് തന്നെ നിത്യോപയോഗ വസ്തുക്കളും മറ്റും എത്തിച്ചു നൽകുന്നുണ്ട്. പ്ലാസ്മ തെറാപ്പി ചികിത്സക്കാവശ്യമായ എഫർസിസ് മെഷീൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ KJ മാക്സി MLA സഹായത്തോടെ സ്ഥാപിച്ചു. തൃശ്ശൂരിൽ പരിശോധിക്കുന്നതിൻ്റെ 8 മുതൽ 14 വരെ ശതമാനമാണ് കോവിഡ് പോസിറ്റീവായിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി 32% വർദ്ധിച്ചിരിക്കുന്നു. പാലക്കാട് കൊടുവായൂർ പച്ചക്കറി മാർക്കറ്റ് ക്ലസ്റ്ററിൽ ഉൾപ്പെട്ട 40 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നിലവിൽ ജില്ലയിൽ 2486 രോഗബാധിതരാണ് ഉള്ളത്. മലപ്പുറം ജില്ലയിൽ രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ CFLTCകളിലും ഹജ്ജ് ഹൗസിലുമായി ചികിത്സാ സൗകര്യങ്ങൾ വിപുലമാക്കും. 684 കിടക്കകൾ കൂടി സജ്ജമാക്കും. D ടൈപ്പ് ഓക്സിജൻ സിലിണ്ടർ, ബാക്ക് ട്രസ്റ്റുകളോടുകൂടിയുള്ള കട്ടിലുകൾ തുടങ്ങിയ സംവിധാനങ്ങളും തയ്യാറാക്കുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 4 വാർഡുകൾ കൂടി കോവിഡ് ICU ആക്കി മാറ്റും. ഇതിലൂടെ 50 ICU കിടക്കകൾ കൂടി
അധികമായി ഒരുക്കും. കണ്ണൂർ ജില്ലയിൽ ഗുരുതര രോഗങ്ങളുമായി എത്തുന്ന കോവിഡ് പോസിറ്റീവ് രോഗികൾക്ക് സർജറി ഉൾപ്പെടെ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തലശ്ശേരി ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ഇവിടങ്ങളിലെത്തുന്ന സാധാരണ പ്രസവ കേസുകളിൽ സാധ്യമായവ കൂത്തുപറമ്പ്, തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രികളിലേക്ക് മാറ്റാനും അതിനായി ഈ 2 ആശുപത്രികളിലെയും പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കോവിഡ് ചികിത്സക്കായി 40 അധിക കിടക്കകൾ ഒരുക്കും. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്ത ടാറ്റ കോവിഡ് ആശുപത്രി പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതുവരെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി കോവിഡ് ആശുപത്രിയായി മാറ്റും. ചെറുപ്പക്കാർക്കിടയിൽ കോവിഡ് മൂലമുള്ള മരണം കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രായം കുറഞ്ഞവരിൽ മരണസാധ്യത വളരെ കുറവാണ്. പക്ഷേ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായി മരണങ്ങളും ഉണ്ടാവുകയാണ്. ഉദാഹരണമായി 0.1% യുവാക്കൾക്കിടയിൽ കോവിഡ് കാരണമുള്ള മരണനിരക്ക് എന്ന് കരുതുക. ഇത് വല്ലാതെ വർദ്ധിക്കുന്ന നില വരുമ്പോൾ, ഇപ്പോൾ 100 പേർക്ക് രോഗബാധയുണ്ടായാൽ സാധാരണ ഒരു മരണമാണ് സംഭവിക്കുക. എന്നാൽ 10,000 പേർക്ക് രോഗബാധയുണ്ടായാൽ 10 പേര് മരിക്കുന്ന സ്ഥിതി ഉണ്ടാവും. അതൊരു ലക്ഷമായാൽ 100 പേര് മരിക്കുന്ന അവസ്ഥയാവും. അപ്പോൾ ചെറുപ്പക്കാർക്ക് അപകടകരമാവില്ല എന്ന് പറഞ്ഞാലും ആ ഒരു അമിതമായ ഒരു ആത്മവിശ്വാസം ഈ എണ്ണം വർദ്ധിക്കുമ്പോഴുള്ള വർധനവ് നമ്മൾ കാണാതിരിക്കരുത്. സെപ്റ്റംബർ 11 മുതൽ സംസ്ഥാനത്ത് നടന്നു വരുന്ന സമരങ്ങളിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പ്രവർത്തകരിലും നേതാക്കളിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ഇതുവരെ ഉറപ്പിച്ചിട്ടുണ്ട്. കൊല്ലം സിറ്റിയിൽ 4 പേര്, തിരുവനന്തപുരം സിറ്റിയിൽ 3 പേര്, തൃശ്ശൂർ റൂറൽ 2 പേര്, ആലപ്പുഴ, കോഴിക്കോട് റൂറൽ, തിരുവനന്തപുരം റൂറൽ ഇവിടങ്ങളിലെല്ലാം ഒരാൾ വീതം രോഗം സ്ഥിരീകരിച്ചതായാണ് പ്രാഥമിക റിപ്പോർട്ട്. ഇത് ഇപ്പോൾ ലഭ്യമായ കണക്കുകളാണ്. സമരത്തിൽ പങ്കെടുത്ത കൂടുതൽ പേർക്ക് രോഗബാധയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൃത്യമായ എണ്ണം തൽക്കാലം ലഭ്യമായിട്ടില്ല. സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാതെ സമരത്തിനിറങ്ങിയ ഇവരിൽ നിന്ന് എത്ര പേർക്ക് രോഗം പടർന്നു എന്നതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാലാവസ്ഥയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് പൊതുവെ മഴ കുറഞ്ഞു തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ട്. ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. പൊതുവിൽ അടുത്ത 5 ദിവസവും മിതമായ മഴ മാത്രമേ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുള്ളൂ. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ
ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ പാടുള്ളതല്ല. സുപ്രീം കോടതി ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഇത് സംബന്ധിച്ച് ശ്രീ ഇ. ശ്രീധരനുമായി ഇന്ന് സംസാരിച്ചിരുന്നു. നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനം ഉടനെ ആരംഭിക്കും. 8 മാസത്തിനകം പണി പൂർത്തിയാക്കാനാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗതാഗതത്തിന് തുറന്നു നൽകിയ 1 വർഷത്തിനുള്ളിൽ പാലത്തിൽ വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. അതിനെ തുടർന്നാണ് പരിശോധനയ്ക്ക് സർക്കാർ തയ്യാറായത്. പ്രാഥമിക പരിശോധനയിൽ തന്നെ ഗുരുതരമായ അപാകതയായിരുന്നു കണ്ടെത്തിയത്. തുറന്ന് വിശദമായി പരിശോധിക്കാൻ ശ്രീ ഇ. ശ്രീധരനെയും മദ്രാസ് IIT-യെയും ചുമതലപ്പെടുത്തി. അവരുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് പാലം പൊളിക്കാൻ തീരുമാനിച്ചത്. അടിസ്ഥാനപരമായി പാലത്തിന് ബലക്ഷയമുണ്ടായി എന്നാണ് ശ്രീ ഇ. ശ്രീധരൻ കണ്ടെത്തിയത്. കേവല പുനരുദ്ധാരണം പാലത്തെ ശക്തിപ്പെടുത്താൻ ഫലപ്രദമാവില്ല. സ്ഥായിയായ പരിഹാരമെന്ന നിലയിൽ പൊളിച്ചു പണിയുന്നതാണ് നല്ലത്. ഇതായിരുന്നു ശ്രീ ഇ. ശ്രീധരൻ്റെ നിർദ്ദേശം. ഈ മേഖലയിൽ വൈദഗ്ധ്യവും പാരമ്പര്യവുമുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സർക്കാർ സ്വീകരിക്കുകയായിരുന്നു. പാലം പൊളിച്ചു പണിയുന്നതിനുള്ള ചുമതല ശ്രീ ഇ. ശ്രീധരനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് ചിലരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഭാരപരിശോധന എന്ന നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ചു. അതേ തുടർന്ന് ജനങ്ങളുടെ സുരക്ഷയെ കരുതി സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതി സർക്കാരിൻ്റെ വാദം അംഗീകരിച്ചു. സമയബന്ധിതമായി തന്നെ പദ്ധതി നടപ്പാക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നഷ്ടപ്പെട്ട മാസങ്ങൾ 1 വർഷത്തിലധികം അത് നഷ്ടപ്പെട്ടത് തന്നെ. എങ്കിലും ഇനി അങ്ങോട്ട് സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായൊരു സംഭവമാണ് പാലാരിവട്ടം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമക്കേട്. പാലം നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസിൻ്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അഴിമതി നടത്തി ആരും രക്ഷപ്പെടില്ല. അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു കാര്യത്തിൽ ആർക്കും സംശയമില്ല, നഗ്നമായ അഴിമതിയാണ് നടന്നത്. UDF ഭരണകാലത്ത് നടന്ന അഴിമതികളിൽ ഒന്നു മാത്രമാണിത്. ഇതിൽ കുറ്റം ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ അഴിമതിയിലൂടെ
ഖജനാവ് കൊള്ളയടിച്ചവരെ കൊണ്ട് കണക്ക് പറയിക്കുക എന്നത് നാടിൻ്റെ തന്നെ ഉത്തരവാദിത്വമായിട്ടാണ് കാണുന്നത്. ഇതോടൊപ്പം ഈ പാലാരിവട്ടം പാലത്തിൻ്റെ അനുഭവം UDF സർക്കാരിൻ്റെ കാലത്തെ അഴിമതിയുടെ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ, ഈ സർക്കാർ ഓരോ പ്രവൃത്തിയും ഗുണമേന്മ ഉറപ്പുവരുത്തിയും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയും അഴിമതി രഹിതവുമായാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഷ്ട്രീയ അഴിമതിയിൽ നിന്ന് പൊതുമരാമത്ത് മേഖലയെ മുക്തമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സർക്കാരിൻ്റെ 100 ദിന പരിപാടികളിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിൽ ചില പ്രധാന പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള ബദൽ പാതയാണ്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം വഴിയാണ് വയനാട്ടിലേക്ക് വാഹനങ്ങൾ പോകുന്നത്. പ്രകൃതിക്ഷോഭവും വാഹനങ്ങളുടെ തിരക്കും കാരണം ഇതുവഴിയുള്ള യാത്ര പലപ്പോഴും ദുഷ്കരമാകുന്നു. അതിവർഷമുണ്ടാകുമ്പോൾ പലപ്പോഴും ദിവസങ്ങളല്ല, മാസങ്ങൾ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു. ഇതിന് പരിഹാരമായാണ് വയനാട്ടിലേക്ക് തുരങ്കപാത പണിയുന്നത്. ബദൽ പാത എന്നത് ഈ മേഖലയിലുള്ളവർ ദശാബ്ദങ്ങളായി ഉന്നയിക്കുന്ന ആവശ്യമാണ്. നിലവിലുള്ള ചുരം പാത വനഭൂമിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ പാത വീതി കൂട്ടുന്നതിനും സംരക്ഷണ പ്രവർത്തികൾ നടത്തുന്നതിനും ഒട്ടേറെ തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഇതിനെല്ലാമുള്ള പരിഹാരം ബദൽ പാത മാത്രമാണ്. ആനക്കാംപൊയിലിൽ നിന്ന് കള്ളാടി വഴി മേപ്പാടിയിലെത്തുന്ന ഈ പാതക്ക് 7.82 കിലോമീറ്റർ നീളമുണ്ടാകും. തുരങ്കത്തിൻ്റെ നീളം 6.9 കിലോമീറ്റർ വരും. തുരങ്ക നിർമ്മാണത്തിൽ വൈദഗ്ധ്യം തെളിയിച്ച കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനെ ഈ പദ്ധതിയുടെ പ്രത്യേക ഉദ്ദേശ കമ്പനിയായി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. 658 കോടി രൂപയുടെ പ്രാഥമിക ഭരണാനുമതി പദ്ധതിക്ക് നൽകിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നാണ് ആവശ്യമായ പണം ലഭ്യമാക്കുന്നത്. ആവശ്യമായ പഠനങ്ങൾക്ക് ശേഷം കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ വിശദമായ പദ്ധതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. അത് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടികൾ ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ കാണേണ്ട ഒരു പദ്ധതിയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ നവീകരണം. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പ്രളയത്തെ അതിജീവിക്കുന്ന രീതിയിൽ നവീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് 625 കോടി രൂപയുടെ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. ആലപ്പുഴ കോട്ടയം ജില്ലകളെ കരമാർഗം ബന്ധിപ്പിക്കുന്ന AC റോഡ് എല്ലാ വർഷവും മഴക്കാലത്ത് വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയാണ്. കുട്ടനാടിൻ്റെ
ഉൾപ്രദേശങ്ങളായ കൈനകരി, കാവാലം, എടത്വ, മുട്ടാർ, നെടുമുടി, ചമ്പക്കുളം ഇവിടങ്ങളിലെല്ലാമുള്ള ജനങ്ങൾ വെള്ളപ്പൊക്കക്കാലത്ത് ആശ്രയിക്കുന്നത് AC റോഡാണ്. AC റോഡിലെ വെള്ളപ്പൊക്കം കുട്ടനാട്ടിലെ ജനങ്ങളെ ഒന്നടങ്കം ദുരിതത്തിലാക്കും. ഇതിന് പരിഹാരമായാണ് AC റോഡ് നവീകരിക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന 5 സ്ഥലങ്ങളിലാണ് മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. 9 സ്ഥലങ്ങളിൽ ക്രോസ് വേകൾ പണിയും. വീതി കുറഞ്ഞ പാലങ്ങൾ വീതി കൂട്ടും. 13 കൽവർട്ടുകൾ പുനർനിർമ്മിക്കും. രാത്രി യാത്ര സുരക്ഷിതമാക്കുന്നതിനുള്ള സംവിധാനങ്ങളും നിർദ്ദിഷ്ട പാതയിലുണ്ടാകും. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി ശംഖുമുഖം റോഡിന്റെ പുനർനിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡിസൈൻ പ്രകാരം 260 മീറ്റർ കോൺക്രീറ്റ് ഡയഫ്രം വാൾ ഒന്നാം ഘട്ടമായി നിർമ്മിക്കും. ഇതിന് 4,29,00,000 രൂപയുടെയും റോഡ് നിർമ്മിക്കുന്നതിന് 1,10,00,000 രൂപയുടെയും പ്രവൃത്തിക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. 225 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലപ്പുഴ ബൈപ്പാസ് ഈ നവംബറിൽ പൂർത്തിയാക്കാൻ കഴിയും. കൊമ്മാടിയിൽ നിന്ന് ആരംഭിച്ച് കളർക്കോട് എത്തുന്ന ബൈപ്പാസിന് 6.8 കിലോമീറ്ററാണ് നീളം. എറണാകുളം നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമെന്ന നിലയിൽ നിർമ്മിക്കുന്ന കുണ്ടന്നൂർ വൈറ്റില മേൽപ്പാലങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കുണ്ടന്നൂർ 780 മീറ്റർ, വൈറ്റില 700 മീറ്റർ. ഡിസംബറിൽ ഈ 2 മേൽപ്പാലങ്ങളും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ കഴിയും. കുണ്ടന്നൂർ മേൽപ്പാലത്തിന് 88 കോടി 77 ലക്ഷം രൂപയും വൈറ്റില മേൽപ്പാലത്തിന് 113 കോടി രൂപയുമാണ് ചെലവ്. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാന റോഡുകളുടെയും അനുബന്ധ റോഡുകളുടെയും നവീകരണത്തിന് 225 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയിട്ടുള്ളത്. 62 പ്രവൃത്തികളാണ് ഈ പദ്ധതിയിൽ വരുന്നത്. ഒക്ടോബറിൽ എല്ലാ പ്രവൃത്തികളും ആരംഭിക്കും. കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കായലിന് കുറുകെയുള്ള പെരുമൺ പാലത്തിൻ്റെ നിർമ്മാണം നവംബറിൽ ആരംഭിക്കും. 42 കോടി രൂപയാണ് ഇതിന് ചെലവ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ 38 പാലങ്ങളുടെ നിർമ്മാണം നവംബറിനകം ആരംഭിക്കും. പ്രവൃത്തി തുടങ്ങിയ 28 പാലങ്ങൾ നവംബറിന് മുൻപ് പൂർത്തിയാവുകയും ചെയ്യും. ഇതിലെല്ലാം കാണുന്നത് കേരളത്തിലെ 2 സർക്കാരുകൾ തമ്മിലുള്ള താരതമ്യമാണ്. അതിലൊരു കാര്യം നേരത്തെ വ്യക്തമാക്കിയതാണ്. നാടിനു വേണ്ട ഒരു പദ്ധതിയും പണമില്ല എന്ന കാരണത്താൽ മാറ്റിവെക്കാനോ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാനോ ഈ സർക്കാർ തയ്യാറാവില്ല. അത് അനുവദിക്കുകയുമില്ല. കേരളത്തിലെ യുവജനങ്ങൾക്ക് നേതൃശേഷിയും നൈപുണ്യവും പ്രദാനം ചെയ്യുന്ന യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയുടെ ഉദ്ഘാടനം ഇന്ന് തൊട്ടു മുൻപ് നിർവഹിച്ചു. അന്താരാഷ്ട്ര ദേശീയ തലങ്ങളിൽ
വിവിധ വിഷയങ്ങളിൽ അറിയപ്പെടുന്ന പണ്ഡിതരും ചിന്തകരും അവരുടെ മേഖലകളിലെ വിഷയങ്ങളെപ്പറ്റി കേരളത്തിലെ യുവതയുമായി അനുഭവം പങ്കുവെക്കുന്നതിനുള്ള അവസരമാണ് അക്കാദമി ഒരുക്കുക. അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലുമുള്ള ഗുണനിലവാരമേറിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുവാൻ അവസരം കിട്ടാതെ പോയ ബഹുഭൂരിപക്ഷം പേർക്കും ഈ അവസരം അവരുടെ നാട്ടിലും വീട്ടുമുറ്റത്തും മറ്റൊരു വിധത്തിൽ ഇതിലൂടെ ലഭ്യമാക്കുകയാണ്. വിജ്ഞാനവും വൈദഗ്ധ്യവും പ്രായോഗിക തലത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ പ്രാപ്തമായൊരു പൊതുസമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഉദ്ദേശം. നമ്മുടെ യുവതീ യുവാക്കൾ ജനപ്രതിനിധികളാകുമ്പോൾ ഉദ്യോഗസ്ഥരാൽ നയിക്കപ്പെടുന്നവരായല്ല, മറിച്ച് ഉദ്യോഗസ്ഥരെ നയിക്കുന്നവരായി മാറണം. അവർ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്തുന്നവരാകണം. ബന്ധപ്പെട്ട വിഷയങ്ങളിലും നിയമങ്ങളിലും ചട്ടങ്ങളിലും നടപടിക്രമങ്ങളിലും അറിവുള്ളവരാകണം. ഈ ലക്ഷ്യങ്ങളെല്ലാം യൂത്ത് ലീഡർഷിപ്പ് അക്കാദമിയിലൂടെ സാധ്യമാവണം. അധികാര വികേന്ദ്രീകരണത്തിലൂടെയും ജനകീയാസൂത്രണത്തിലൂടെയും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ കേരളം യുവതീ യുവാക്കളെ നാനാമേഖലകളിൽ നേതൃപാടവമുള്ളവരാക്കാൻ നടത്തുന്ന പുതിയൊരു കാൽവെപ്പിൻ്റെ നാഴികക്കല്ലാണ് യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി. ഇതിലെ ആദ്യ സെഷൻ തന്നെ പ്രതിഭാധനായ ശ്രീ കമലഹാസനാണ് കൈകാര്യം ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഈ കോവിഡിന്റെ കണക്കുകൾ വളരെ കൂടുതലാണല്ലോ. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് ഇളവുകൾ നൽകി ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു, സർക്കാർ ഓഫീസുകളിലെ ഹാജർ അടക്കം. അപ്പോൾ ഈ ഹാജറിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലും ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലും എങ്ങനെ ഈ ഓഫീസുകളിൽ ആളുകൾ വരണം, അല്ലെങ്കിൽ അവർ 100% വരേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ഉത്തരവില്ല. അപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്ന് വരുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു ഗൈഡ് ലൈൻ ഇല്ല. കാരണം ഇതിങ്ങനെ ഈ വ്യാപനം കൂടുമ്പോൾ അത്തരത്തിലൊരു ക്ലാരിറ്റി ഇല്ലായ്മ ദോഷം ചെയ്യില്ലേ? അതിൽ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ ഓഫീസിലുമുള്ള സാഹചര്യം വെച്ച് ആ ഓഫീസ് മേധാവിക്ക് എത്ര ആളുകൾ ഹാജരാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടാവും. ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നിലപാട് അവിടെ സ്വീകരിക്കാം. ഇപ്പം നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഒരു പ്രത്യേക സാഹചര്യം ഇല്ലെങ്കിലും 100% ആൾ വരുന്നില്ല. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് മാത്രമാണ് ഈ ഉത്തരവ് ഉദ്ദേശിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ അതത് സ്ഥലത്തെ ഓഫീസ് മേധാവികൾ തന്നെ തീരുമാനിച്ച് നടപ്പാക്കുന്ന നിലയാണ് സ്വീകരിക്കുക. ഹോട്ടലുകളുടെ കാര്യത്തിൽ ആവശ്യമായ ശാരീരിക അകലം പാലിച്ചാണ് ഈ പറയുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ പല സ്ഥലത്തും ആ തരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. ഇനി ഈ പറഞ്ഞ പ്രത്യേക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പ്രത്യേകമായി പരിശോധിക്കുകയും ചെയ്യാം. ക്യാൻസർ രോഗികളുടെ ഈ ക്വാറന്റീൻ കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവിടെ ഒരു കൃത്യമായ പരിരക്ഷ കിട്ടുന്നില്ല എന്ന് പരാതിയുണ്ട്. കാരണം ഈ ക്വാറന്റീൻ സംബന്ധിച്ച് പ്രത്യേക ഗൈഡ് ലൈൻ ഇല്ലേ ക്വാറന്റീൻ ക്യാൻസർ രോഗികളുള്ള ആളുകൾക്ക്. അപ്പോൾ അതിന് ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചാൽ കുറച്ചുകൂടി രോഗികൾക്ക് സഹായകമാകുന്നൊരു നിർദ്ദേശമുണ്ട് പല സ്ഥലങ്ങളിലും. അല്ല, ക്യാൻസർ രോഗികളുടെ കാര്യത്തിൽ പ്രത്യേകമായ നിലപാടാണെങ്കിൽ അത് പരിശോധിക്കുക എന്താണെന്നുള്ളത്. നമ്മുടെ ആരോഗ്യ വിദഗ്ധരുണ്ട്, അവരുമായി ചർച്ച ചെയ്യാം ഈ പ്രശ്നം. അല്ല, അതൊക്കെ അന്വേഷണത്തിലുള്ള കാര്യമല്ലേ. അന്വേഷണത്തിലുള്ള കാര്യത്തിൽ
ആരുണ്ടാവും ആരുണ്ടാകില്ല എന്ന് ഞാൻ പറയേണ്ട ആൾ ഞാനല്ലല്ലോ. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, അന്വേഷണം കൃത്യമായി ആ വഴിക്ക് നീങ്ങുന്നുണ്ട്. അതിൻ്റെ അവസാന ഘട്ടം എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ താമസം അതിനുണ്ടാവില്ല. അതിൽ ഈ കുറ്റം ചെയ്തവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ല, ഞാനിപ്പോൾ അതിനൊരു മറുപടി പറയുന്നത് സാധാരണ നിലക്ക് ഔചിത്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാതിരിക്കുന്നത്. ആ പ്രസ്താവനയെക്കുറിച്ച് തന്നെ പ്രതികരണം സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അത് കേസിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണല്ലോ. അത് പിന്നെ സ്വാഭാവികമായിട്ടും ആ പ്രശ്നങ്ങളൊക്കെ കേസിന്റെ ഭാഗമായി വരുമല്ലോ. അത്തരം കാര്യങ്ങൾ നിർബന്ധമായും ആലോചിക്കുന്ന സ്ഥിതി ഉണ്ടാവും. രണ്ടാമതൊരു വിഷയം സംബന്ധിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് MOUവിന്റെ ഒരു പകർപ്പ് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞു. 2 തവണ സർക്കാരിനോട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടോ നൽകിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം അതിൽ പ്രതിഷേധിച്ച് ടാക്സ് ഫോഴ്സിന്റെ പ്രത്യേക ഒരു പദവി അദ്ദേഹം രാജിവെക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ വടക്കാഞ്ചേരിയിൽ റെഡ് ക്രസന്റ് നിർമ്മിച്ചു നൽകുന്ന ഭവന സമുച്ചയം സംബന്ധിച്ച് ചിലർ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം വന്നല്ലോ. 20 കോടിയുടെ കരാർ തുകയിൽ ഇടനിലക്കാർ തുക കൈപ്പറ്റിയെന്നാണ് ആരോപണം വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഡയറക്ടർ തയ്യാറായിട്ടുള്ളത്. ലൈഫ് പദ്ധതി 3 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്ന വിവരം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. മുൻകാലത്ത് പല പദ്ധതികളിലായി പൂർത്തിയാകാതെ ഇരുന്ന വീടുകൾ, ഭൂമിയുള്ള ഭവൻ രഹിതർ, ഭൂമിയില്ലാത്ത ഭവൻ രഹിതർ, ഇവർക്കെല്ലാമാണ് അടച്ചുറപ്പുള്ള പാർപ്പിടം നിർമ്മിച്ചു നൽകാൻ ലൈഫിലൂടെ നാം മുൻകൈയെടുത്തത്. അത് സമയബന്ധിതമായി തന്നെ 2 ലക്ഷം വീടുകൾ നിർമ്മാണം പൂർത്തീകരിച്ച് 2020 ഫെബ്രുവരിയിൽ പ്രഖ്യാപനം നടത്തി. ഇപ്പോൾ ഉള്ള കണക്കല്ല, നേരത്തെയുള്ളത്. നവംബർ അവസാനത്തോടെ 50,000 വീടുകൾ കൂടിയാണ് പൂർത്തിയാകാൻ പോകുന്നത്. ഈ 2 ലക്ഷത്തിന് പുറമെ മുൻപ് അവസരം നഷ്ടപ്പെട്ടവർക്കും പല കാരണങ്ങളാൽ വീട് ലഭിക്കാത്തവർക്കും ഒരിക്കൽ കൂടി അപേക്ഷിക്കാൻ ഇന്ന് വരെ സമയം ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഇതാണ് ലൈഫ്. വടക്കാഞ്ചേരി ഫ്ലാറ്റ് സമുച്ചയം സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങളെ മൊത്തത്തിൽ ലൈഫ് മിഷൻ പദ്ധതിക്കെതിരായി മാറ്റുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ചിലർ നടത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ പാർപ്പിട സമുച്ചയ നിർമ്മാണത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ സുതാര്യമായ അന്വേഷണം നടത്തി ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അത് നമ്മുടെ നാട്ടിൽ നിലവിലുള്ള നിയമ സംവിധാനത്തിൽ കൂടി തന്നെയായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാവുക. ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ഈ MOU ആയിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടവർക്ക് എല്ലാവർക്കും MOUവിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് എന്താ? ഈ രേഖകളെല്ലാം പരസ്യപ്പെടുത്തണമെന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ അന്വേഷണത്തിന് തയ്യാറായിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിനുള്ള മറുപടിയായി
അദ്ദേഹം ചോദിച്ച രേഖകൾ നൽകുന്നതിന് സർക്കാരിന് ഒരു തരത്തിലുള്ള അലംഭാവവും ഉണ്ടാവില്ല. പ്രത്യേകമായി അദ്ദേഹം ഇതല്ല ചോദിച്ചത്, എല്ലാ രേഖകളും പരസ്യപ്പെടുത്താനാണ് ചോദിച്ചത് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട് 4 കോടി രൂപ സ്വപ്ന സുരേഷ് കമ്മീഷൻ പറ്റിയെന്ന്. അപ്പോൾ ഇത് അറിയാവുന്നതാണെന്നേയും മന്ത്രി തോമസ് ഐസക്കിന്റെ മൊഴിയും വിജിലൻസ് എടുക്കുമോ? ഇതിൽ ഈ റെഡ് ക്രസന്റുമായി ബന്ധപ്പെട്ട് കരാർ കൊടുത്തതിൽ അതിലുണ്ടായ അഴിമതിയുടെ കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകില്ല എന്ന് ഒരു ഘട്ടത്തിലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലാത്ത കാര്യം എൻ്റെ നാക്കിലേക്ക് കുത്തിക്കയറ്റരുത്, അത് തെറ്റിദ്ധരിപ്പിക്കലാണ്. പിന്നെ ഈ അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ ആരോടൊക്കെ ചോദ്യം ചെയ്യണമെന്ന് നമ്മൾ കാണണ്ടല്ലോ, അത് അവർ നടത്തട്ടെ. എന്തിനാണ് അതിന് നമ്മൾ പുറപ്പെടുന്നത്? ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രതിപക്ഷം നടത്തുന്ന ചില സമരങ്ങൾ കോവിഡ് വ്യാപനത്തിന് കാരണമാകുന്നുവെന്ന് താങ്കൾ വളരെ വിശദമായി പറഞ്ഞു. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായി മുഖ്യമന്ത്രി പറയുന്ന ഒരു ആരോപണമാണെന്ന്. അതങ്ങനെയാണോ? അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? അത് നാടിൻ്റെ അനുഭവമല്ലേ. ഈ അനുഭവം വെച്ച് കാര്യങ്ങൾ കാണാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് LDF UDF പ്രശ്നമൊന്നുമല്ല, നമ്മുടെ നാടിൻ്റെ പൊതുവായൊരു പ്രശ്നമാണ്. രോഗം വല്ലാതെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ആ പെരുകുന്ന സമയത്ത് ആ രോഗവ്യാപനത്തിനിടയാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മൾ ആരും നടത്താതിരിക്കണം. സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികളായാലും മുന്നണികളായാലും ഒക്കെ അതിന് ജനങ്ങളെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തേണ്ടത്, അതിലുള്ള ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. വാശിയോടെ രോഗവ്യാപനം വരത്തക്ക രീതിയിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കലല്ല വേണ്ടത്. മാസ്ക് ഇല്ലാതെയും ശാരീരിക അകലം പാലിക്കാതെയും കൂടിച്ചേരുന്ന അവസ്ഥ വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം. ഈ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ പോലീസുകാർ ഇവരുമായിട്ട് പ്രക്ഷോഭം നടത്തുന്നവരുമായി ഇടപഴകേണ്ടി വരുമ്പോൾ ശാരീരിക അകലം പാലിച്ച് ബന്ധപ്പെടാൻ കഴിയില്ലല്ലോ, നേരെ അടുത്ത് ചെല്ലണ്ടേ. ഈ ഉള്ളയാൾ പോസിറ്റീവായ ആൾ, ആ പോസിറ്റീവ് ആയ ആൾ അവിടെ മാത്രം നിൽക്കുകയല്ലോ, ഇവർക്കും കൊടുക്കുകയല്ലേ. അങ്ങനെ പല പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ നാട്ടിൽ പോസിറ്റീവായിരിക്കുകയാണല്ലോ. ഇതിൽ നിന്ന് പാഠം പഠിക്കണ്ടേ? എന്തിനാണൊരു ദുർവാശിയോടുകൂടി കാര്യങ്ങളെ കാണുന്നത്? പ്രതിപക്ഷ നേതാവ് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആൾ എന്ന നിലക്ക് അദ്ദേഹം ശ്രമിക്കേണ്ടത് ഈ അന്തരീക്ഷത്തെ മാറ്റുന്നതിനാണ്. നമ്മുടെ നാടിനെ വല്ലാത്ത രോഗവ്യാപനത്തിന് നാടാക്കി മാറ്റാതിരിക്കാനാണ് തന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അതല്ല നടക്കുന്നത്. ഇതാണ് നാം കാണേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ക്വാറന്റൈൻ കാലാവധി 7 ദിവസമായിട്ട് ചുരുക്കി 14 നിന്ന് 7 ദിവസമായിട്ട് ചുരുക്കി ഉത്തരവാക്കിയിരുന്നു. ഈ പ്രവാസികൾ വരുമ്പോൾ അവർക്കും ഇതേ മാനദണ്ഡം തന്നെയാണുള്ളത്. അപ്പോൾ 14 ദിവസം തന്നെ പ്രവാസികൾ തുടരേണ്ടി വരും. അല്ല, ക്വാറന്റൈൻ സാധാരണഗതിയിൽ 14 ദിവസം തന്നെയാണ്. പക്ഷേ 7 ദിവസം കഴിഞ്ഞാൽ അവരുടെ ടെസ്റ്റ് നടത്തുന്നു. ആ ടെസ്റ്റ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് പോസിറ്റീവായാൽ ആ പോസിറ്റീവായവർക്ക് പിന്നെ സാധാരണഗതിയിൽ അതിൻ്റെതായ ചട്ടവട്ടങ്ങൾ അംഗീകരിക്കേണ്ടതായിട്ടില്ല. ആ ഒരു ഇളവാണ് ഇപ്പോൾ നൽകിയ ഉത്തരവിലുള്ളത്. എന്നാൽ അതിൽ തന്നെ 14 ദിവസം ക്വാറന്റൈൻ വേണ്ടേ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ 7 ദിവസം വരുമ്പോൾ ടെസ്റ്റ് നടത്തണം. അവർ ടെസ്റ്റ് നടത്തി പോസിറ്റീവ് അല്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരേണ്ടത്. ഇവിടെ വന്നതിന് ശേഷം 7 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ടെസ്റ്റ് നടത്തുന്നു. ആ ടെസ്റ്റിലും പോസിറ്റീവ് അല്ല എന്ന് കണ്ടാൽ പിന്നെ അവർക്ക് ക്വാറന്റൈനിൽ വേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ഇറങ്ങിയ ഉത്തരവിന്റെ പൊരുൾ. സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതികൾ ഒന്ന് മാത്രമാണ് പാലയിട്ടതെന്ന് പറഞ്ഞു. ഈ സർക്കാർ അധികാരത്തിൽ ആദ്യം മന്ത്രിസഭ ഒരു തീരുമാനം, ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉപസമിതി, ആ ഉപസമിതി നിരവധി ക്രമങ്ങൾ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയി കണ്ടില്ല. ഇടയ്ക്ക് ഒരു മന്ത്രിയെ വിജിലൻസ് ചോദ്യം ചെയ്തു, എന്നാൽ അതും അവിടെ നിന്നു. പിന്നീട് അതിനെപ്പറ്റി വിവരമൊന്നുമില്ല. അത്തരത്തിൽ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? ആ നടപടി ഉണ്ടാകുമോ? എന്താണ് ആ കാര്യം പറയുന്നത്?
അതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പരിശോധന നടന്നു. ചില തീരുമാനങ്ങൾ റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി. അതാണ് ഗവൺമെൻറ് തലത്തിൽ എടുക്കേണ്ട കാര്യങ്ങൾ. പിന്നെ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വാഭാവികമായി അതിൻ്റേതായ അന്വേഷണം നടക്കും. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഉള്ള ചില കേസുകൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ചാർജ് ചെയ്ത് കോടതിയിൽ കിടക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങൾ അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിൻ്റേതായ വഴിക്ക് നീങ്ങട്ടെ. അത് നീങ്ങുന്നുണ്ട്. അതാണ് നാം കാണേണ്ടത്. കോവിഡുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. അതായത് നമ്മുടെ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് ഒരുപാട് സാമൂഹിക അകലത്തിന്റെ ബോധവൽക്കരണമൊക്കെ നടത്താൻ പറ്റി. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കോവിഡ് പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാക്കുക എന്നതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കാത്തത്? അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിന്റെ ആവശ്യകതയില്ലേ? അല്ല, ഇതിൽ സാധാരണഗതിയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്നത് നമ്മുടെ ഇതിൻ്റെ ഭാഗം തന്നെയാണല്ലോ. പക്ഷേ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഇപ്പോഴത്തെ അവസ്ഥയിൽ രോഗാണു ഇങ്ങോട്ട് വരാതിരിക്കുക എന്നുള്ളതാണ്. ആ രോഗാണു ഇങ്ങോട്ട് കടക്കാതിരിക്കണമെങ്കിൽ അതിന് വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ ബ്രേക്ക് ദ ചെയിൻ മാനദണ്ഡങ്ങൾ പാലിക്കലാണ്. എല്ലാവരും മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക, കൃത്യമായി കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അത് ഏത് ആരോഗ്യമുള്ള ആളെയും ഈ പറയുന്ന രോഗം ബാധിച്ചേക്കാം. നിങ്ങൾ പറയുന്ന നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. രോഗാണു അയാളിൽ എത്തിയാൽ അയാൾ ഒറ്റക്കല്ലാലോ, അയാൾ കുടുംബത്തിലല്ലേ ചെല്ലുന്നത്. ആ കുടുംബത്തിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ ആദ്യം അദ്ദേഹത്തിന് അങ്ങ് സംഭാവന ചെയ്യും. ഇദ്ദേഹത്തിന് രോഗലക്ഷണം വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രോഗം മറ്റേ പ്രായമുള്ളയാൾക്ക് ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ട സംഭവമുണ്ട്. അതിനുശേഷം ഈ പറയുന്ന നല്ല ഇമ്മ്യൂണിറ്റി ഉള്ളയാൾ രോഗബാധിതനായ അവസ്ഥ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അർത്ഥം ഇമ്മ്യൂണിറ്റിക്ക് ഒരു വിലയില്ല എന്നല്ല. അതിന് നല്ല ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതാണ്. അതിനൊന്നും യാതൊരു തർക്കവുമില്ല. ഇ-മൊബിലിറ്റി പദ്ധതിയിൽ നിന്നും PWC ഒഴിവാക്കി എന്ന് പറയും. പ്രതിപക്ഷത്തിന്റെ ആരോപണം എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ശരിവെക്കുന്നതാണ് ആ നടപടി എന്നാണ്. എന്താണ് CM-ന്റെ പ്രതികരണം? അതിൽ ഇ-മൊബിലിറ്റി പദ്ധതി എന്ന് പറയുന്നത് സാധാരണഗതിയിലുള്ള ചട്ടപ്രകാരമുള്ള നടപടികൾ മാത്രമാണ്. അതിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സാധാരണഗതിയിലുള്ള കാര്യങ്ങൾ നടക്കും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ, ലോകത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ മൊബിലിറ്റി ഒന്നും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതല്ല. ഇങ്ങനെയുള്ള ഏത് മാറ്റത്തെയും എതിർക്കുന്നൊരു വിഭാഗം ഉണ്ടാവും. അത് നമ്മൾ കാണണം. കാരണം നിലവിൽ മറ്റു വാഹനങ്ങളാണുള്ളത്. ഈ പറയുന്ന വാഹനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് ചില വിഷമങ്ങൾ വരും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി ചില എതിർപ്പുകൾ വരും. അത് വേറൊരു പ്രശ്നമാണ്. പക്ഷെ നമുക്ക് കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് മാറാതിരിക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടെ പരിസ്ഥിതി സൗഹൃദമാകണം എന്ന് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ വാഹനങ്ങളുടെ നില. വാഹനങ്ങൾ സൃഷ്ടിക്കുന്ന പരിസ്ഥിതി ആഘാതമില്ലേ? അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചു പോകണ്ടേ? അപ്പോൾ അതും വേറൊരു വിഷയമാണ്. അത് അതിൻ്റെതായ വഴിക്ക് അതിൻ്റെ ചട്ടങ്ങളനുസരിച്ച് നടക്കും. അതാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. വിവരാവകാശം കൊടുത്ത് എല്ലാവർക്കും ഈ MOU കൊടുത്തു എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അതൊന്ന് ഈ ഇതിനകത്ത് യൂണിറ്റ് ആക്ട് എന്ന് പറയുന്ന കമ്പനിയെ തീരുമാനിച്ചത് ആരാണ്? അവരും ലൈഫ് മിഷനും തമ്മിൽ കരാറുണ്ടോ? ഈ രണ്ട് കാര്യത്തിൽ സിമിന് മറുപടി പറയാൻ പറ്റും? അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. കൂടുതൽ പറയാനൊന്നുമില്ല. മാധ്യമങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുന്നൊരു വാർത്താക്കുറിപ്പിന്റെ മന്ത്രിസഭാ തീരുമാനമുണ്ട്. ഏത് മാധ്യമങ്ങൾക്കെതിരെയാണ്? എന്താണ് ഈ കേസ് നൽകുന്ന നടപടിക്ക് കാരണം? എന്താണ് സർക്കാരിനെ പ്രകോപിപ്പിച്ചത്? അല്ല, സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന കാര്യമല്ല അത്. നമ്മുടെ നാട്ടിൽ എപ്പോഴും ശരിയായ വാർത്തകൾ നൽകി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന മാധ്യമങ്ങളെ നമ്മളെപ്പോഴും സ്വാഗതം ചെയ്യുകയാണല്ലോ. അവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുന്ന നിലയാണല്ലോ. എന്നാൽ ഇവിടെ ഈ
തീവെപ്പുണ്ടായ ഘട്ടത്തിൽ അതിനെ വല്ലാതെ വക്രീകരിക്കുന്ന നിലയുണ്ടായി. അതെവിടം വരെ എത്തി? ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അടക്കം തീവെപ്പിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്നിടത്ത് വരെ എത്തി. അത് ഏതെങ്കിലും ഒരാൾ പറഞ്ഞ വിടുവായത്തല്ല, ചില മാധ്യമങ്ങൾ അങ്ങനെ തന്നെ പറയുന്ന നിലയുണ്ടായി. അപ്പോൾ അത് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണ്ടേ എന്താണെന്നുള്ളത്? അത് സാധാരണഗതിയിലൊരു മാധ്യമധർമ്മമല്ലല്ലോ തെറ്റായ കാര്യങ്ങൾ സൃഷ്ടിക്കൽ. ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും തീ വെക്കാനും തെളിവ് നശിപ്പിക്കാനും നടക്കുന്നവരാണ് എന്ന് പറയുന്ന നിലയുണ്ടായാൽ അത് സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്നല്ലേ? അങ്ങേയറ്റം അവിശ്വാസമായ ഒരു അവസ്ഥ നാട്ടിലുണ്ടാക്കുന്ന നിലയല്ലേ വരിക? അത് ഒരു തരത്തിലും മാധ്യമധർമ്മമല്ലല്ലോ. അത് അതിൻ്റേതായ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്താണ് ഇപ്പോൾ മന്ത്രിസഭ കണ്ടിട്ടുള്ളത്. അതാണതിൽ. അല്ലാത്ത ആരുടെയും നേർക്ക് എന്തെങ്കിലും നടപടിയെടുക്കാനൊന്നും സർക്കാർ ഉൾപ്പെടുന്നില്ല. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. രണ്ടും. ഡിഫർമേഷൻ സൂട്ടിന് സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. പ്രസ് കൗൺസിലിന് പരാതിയും കൊടുക്കും. സംസ്ഥാന സർക്കാർ ഇപ്പൊ CM ഉൾപ്പെടെ അതിനകത്ത് ആരോപണം കേൾക്കുന്നവരാണ്. തദ്ദേശ മന്ത്രിയും ആരോപണം കേൾക്കുന്നുണ്ട്. അപ്പം വിജിലൻസ് അന്വേഷണം എത്രത്തോളം ഫലപ്രദമാകും? ഈ CBI അന്വേഷണം ഭയപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ഒരു അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. അതാണ് നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥക്കുള്ള തകരാറ്. അത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ നന്നാവില്ല അമ്മാവെന്ന് പണ്ട് പറഞ്ഞ കുട്ടീൻ്റെ നിലയിൽ നിന്നിട്ട് ചോദ്യം ചോദിക്കാൻ നിന്നാൽ ഇങ്ങനെ ഇരിക്കും. അതാണ് അതിൻ്റെ നില. ഇവിടെ അന്വേഷണം നടന്നില്ലാലോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ വർത്തമാനം. ഇപ്പം അന്വേഷണം തീരുമാനിച്ചപ്പോൾ നിങ്ങളെന്തോ ഭയപ്പെട്ടുകൊണ്ടാണോ അന്വേഷണം നടന്നതായി. ഇവിടെ യഥാർത്ഥത്തിലുണ്ടായ പ്രശ്നത്തിൽ അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസി തന്നെ പറയും. ആ തരത്തിലാണ് ചില കാര്യങ്ങളിൽ ഇടപെടലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നടന്നു എന്ന് പറയുന്ന കുറ്റകൃത്യത്തിൽ ഇവിടുത്തെ ഏജൻസിയെ വെച്ചാണ് അന്വേഷിക്കുക. ആ അന്വേഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അത് സ്വാഭാവികമാണ്. പിന്നെ ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. ഈ മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഒക്കെ എന്തോ ഇതിൻ്റെ ഭാഗമായിട്ട് ആരല്ലോ ചോദ്യം ചെയ്യാൻ പോവുകയാണെന്നൊക്കെ ധരിച്ചു വെക്കുന്നില്ലേ? അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. പ്രതിപക്ഷമല്ലല്ലോ, നിങ്ങളല്ലേ ഇപ്പോൾ പറഞ്ഞത്. നിങ്ങളാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ആ മാനസികാവസ്ഥയിലാവരുത്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനൊരു മാനസികാവസ്ഥയിലാകരുത്, അത് നല്ലതല്ല. അത് തന്നെയാണ്. CM ഉൾപ്പെടുന്ന ഒരു വിജിലൻസ് ഇവിടെ ഇല്ല. വിജിലൻസ് എന്ന് പറയുന്നത് സ്വതന്ത്രമായൊരു ഏജൻസിയാണ്. ആ ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അനുഭവം ഉള്ളത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഏതൊരു അനുഭവമാണ് നിങ്ങൾക്കുള്ളത് ഇവിടെ? ഏത് ഏത് ഞാൻ പറഞ്ഞില്ലേ അതങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഏതാരോപണമാണ്? എന്താരോപണം? ആർക്കെതിരെ ആരോപണം? എന്ത് അസംബന്ധവും വിളിച്ചു പറയാൻ തയ്യാറുള്ളൊരു നാക്കുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും പറയാൻ തയ്യാറാകരുത് കേട്ടോ. അതാണ്. അത് ആക്ഷേപമല്ല, അസംബന്ധം പറയരുത്. അതാണ് ആക്ഷേപമല്ല, അസംബന്ധം പറയരുത്. അസംബന്ധം പറയാനല്ലല്ലോ വാർത്താ സമ്മേളനം. നിങ്ങൾക്ക് വേറെ എന്തോ ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തിനൊന്നും വഴങ്ങാൻ ഞാൻ തൽക്കാലം തയ്യാറല്ല കേട്ടോ. നിങ്ങൾക്ക് വേറെ ഉദ്ദേശമാണെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വിജിലൻസ് അന്വേഷണമാണ് നടക്കുന്നത്. ആ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ. ആ വിജിലൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താ പരാതി ഇതേവരെ ഉണ്ടായത്? നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഇത് നിങ്ങളും ഞാനും തമ്മിലൊരു വാദപ്രതിവാദത്തിന്റെ പ്രശ്നമല്ലല്ലോ.
നിങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തതയാണ് വേണ്ടതെങ്കിൽ ആ വ്യക്തതയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണ്ടേ? അസംബന്ധ ചോദ്യത്തിന് അസംബന്ധതയെ പറയാൻ പറ്റൂ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതാണ് അസംബന്ധ ചോദ്യം എന്ന് ഞാൻ പറയുന്നത്. ആ അസംബന്ധ ചോദ്യമല്ല ചോദിക്കേണ്ടത്. ഏതാരോപണം എന്തടിസ്ഥാനത്തിലുള്ള ആരോപണം? MLA ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നി വിളിച്ചു പറഞ്ഞാൽ അതൊരു ആരോപണമായിട്ട് വരുമോ? നിങ്ങൾ നല്ല അന്വേഷണാത്മക പത്രപ്രവർത്തനമാണ് നടത്തുന്നതല്ലേ പറയുന്നത്. ആ വഴിയിലേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ആകാനെങ്കിലും ശ്രമിക്ക്. ഒരു മാധ്യമപ്രവർത്തകനാണെന്ന നിലയിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. ആ മാധ്യമപ്രവർത്തകന് വേണ്ട സാധാരണ ഗുണം ആർജിക്കാൻ നോക്ക്. അതാണ് ആദ്യം വേണ്ടത്. തൽക്കാലം വേറെയാൾക്ക് കൊടുക്ക് മൈക്ക്. ശരി, തൽക്കാലം കൊടുക്ക്. ഈ ലൈഫ് പദ്ധതിയുടെ യൂണിടാക്കിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട് കോഴ നൽകിയ എന്നൊരു ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ ഈ ലൈഫ് പദ്ധതിയുമായി കൂട്ടിച്ചേർത്ത് പറയുന്നു. ആ പദ്ധതി ആക്ഷേപിക്കുന്നത് CM നേരത്തെ വിശദീകരിച്ചു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തി അതിന്റെ ടാസ്ക് ഫോഴ്സിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞു. അത് ഇതിനു മുമ്പേ നടന്ന ഏതെങ്കിലും ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? മാത്രമല്ല, തുടക്കം മുതൽ ലൈഫ് പദ്ധതിയെ അധിക്ഷേപിക്കുന്ന നിലപാടല്ലേ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നിയമസഭയിലടക്കം സ്വീകരിച്ചിട്ടുള്ളത്? ഇതേക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇവിടെ ലോക കേരള സഭ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടുണ്ടാക്കിയത് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പ്രതികരണം ലോകത്താകെയുള്ള പ്രവാസികളിലുണ്ടായി. പ്രവാസികളാകെ അതിൽ ആവേശഭരിതരായി. നമ്മളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? നമ്മുടെ നാട്ടിൻ്റെ വികസന കാര്യങ്ങളിൽ ലോകത്താകെയുള്ള മലയാളികൾ അവരുടെ അനുഭവവും അറിവും വൈദഗ്ധ്യവും നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ബന്ധപ്പെടലുകൾ നടന്നു. എത്ര നല്ല രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. അതിന് ഗുണവും ഉണ്ടായി. അതിന് ഗുണമുണ്ടാകുന്നു എന്ന് വരുമ്പോൾ ഇതേ പ്രതിപക്ഷ നേതാവ് ഞാനിനി അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അതാണ് മാനസികാവസ്ഥ. നാട്ടിൽ ഗുണം വരാൻ പാടില്ല. ഗുണം വരുമ്പോൾ ഞങ്ങൾക്കതുമായിട്ട് കൂട്ടുചേരാൻ പറ്റില്ല. അതിനെ മോശമായി ചിത്രീകരിക്കണം, അതിനെ എതിർക്കണം. അതേ നിലയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2,26,000-ലധികം വീടുകൾ ഈ ലൈഫിൻ്റെ ഭാഗമായി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു അത് 50,000 കൂടി ഇനി കൊടുക്കാൻ പോകുന്നു. 2,50,000 ആകാൻ പോകുന്നു. ഈ അടുത്ത മാസം അതാവാൻ പോകുന്നു. അങ്ങനെയൊരു വീടുകൾ 2,50,000 കുടുംബങ്ങൾ അവരുടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്ന നില, അത് നിസ്സാരമായ കാര്യമാണോ? എത്ര അഭിമാനപൂരിതമാണ് അവരുടെ ആ കുടുംബങ്ങൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ. അവർ സ്വപ്നം കാണാൻ കഴിയാത്തൊരു അവസ്ഥയായിരുന്നില്ലേ? അപ്പോൾ ആ ഒരു നിലയെ അങ്ങേയറ്റം താറടിക്കണം. അതിനുള്ള ശ്രമമാണ് നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ പോകുന്നത്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് വേറെന്തെങ്കിലും തകരാറുള്ളത് കൊണ്ടല്ല. നാട്ടിൽ നല്ലതൊന്നും നടക്കാൻ പാടില്ല. നല്ലത് നടന്നാൽ അതിനെ എതിർക്കും. ഇതാണ് അവസ്ഥ. കർഷക ബില്ലിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതി സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? രാജ്യസഭ പാസാക്കിയ ഒരു നിയമത്തിനെതിരെ സംസ്ഥാനം ഏത് സാഹചര്യത്തിലാണ് സുപ്രീം കോടതി സമീപിക്കുന്നത്? അത് മന്ത്രിസഭയിൽ വന്നൊരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം സംബന്ധിച്ച് നിയമപരമായി പരിശോധിക്കണമെന്ന് കണ്ടു. അത് നിയമവകുപ്പ് പരിശോധിക്കട്ടെ എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഉണ്ടായത്. ബാക്കി കാര്യങ്ങൾ അല്ല, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയി ചോദിക്കുമ്പോൾ ഞാൻ അത് നിർത്തിവെക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതുകളെ ചോദ്യം കഴിയട്ടെ. ഈ സെക്രട്ടേറിയറ്റ് തീപിടിച്ച സംഭവ വാർത്തയിൽ ആ വാർത്ത മാധ്യമങ്ങൾക്കെതിരെ മാത്രമാണോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ നേതാക്കളുണ്ടെന്ന് പറയുന്നു? അവർക്കെതിരെ ഏതെങ്കിലും നടപടി സർക്കാർ ആലോചിക്കുന്നുണ്ടോ? അല്ല, ഇപ്പം അതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളാണ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടത്. മറ്റേ പ്രസ് കൗൺസിലിന്റെ കാര്യത്തിൽ മാധ്യമങ്ങൾക്കെതിരെയാണ്. അത് പ്രസ് കൗൺസിലിന് ഹർജി കൊടുക്കുകയാണ് ചെയ്യുക. മറ്റൊന്ന് നിയമവശം പരിശോധിക്കുകയാണ്. പരിശോധിച്ച് വരട്ടെ, എന്നിട്ടേ പറയാൻ പറ്റും.
അല്ലേ എന്തിനാ ഇപ്പം ഞാൻ പറയുന്നു, പത്രങ്ങളുടെ പേര് നിങ്ങൾക്കെല്ലാം അറിയാലോ. അത് പിന്നെ വേണമെങ്കിൽ പറയുകയും ചെയ്യാം, പിന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം നമുക്കിവിടെ നിർത്താം.